ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയത് 1.5 വർഷം മുമ്പെന്ന സ്ഥിരീകരണം. സാംബ കത്വ മേഖല വഴിയാണ് ഇന്ത്യയിലെത്തിയതെന്നാണ് സൂചന. ആക്രമണം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്നും വിലയിരുത്തൽ. അതേസമയം പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമമേഖലയിൽ അനുമതി നിഷേധിച്ചു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ 1.5 വർഷം മുൻപ് സാംബ കത്വ മേഖല വഴിയാണ് ഇന്ത്യയിലെത്തിയതെന്നാണ് സൂചന. ആക്രമണത്തിൽ ഉൾപ്പെട്ട പാക് ഭീകരരായ അലിഭായ്, ഹാഷിം മൂസ എന്നിവരെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുൽഗാമിലും ബാരാമുള്ള അതിർത്തിയിലും നേരത്തെ ഇവർ ആക്രമണം നടത്തിയതായും പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന 2 പേർ സംഘത്തിലുള്ളതായും വിവരമുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ളവർ സംസാരിക്കുന്ന ഭാഷയാണിത്. ബൈസരൻ താഴ്വര അക്രമത്തിനായി തെരഞ്ഞെടുത്തത് രക്ഷാപ്രവർത്തകർ പെട്ടെന്ന് എത്താതിരിക്കാനാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. അതിനിടെ 5ാം ദിവസവും നിയന്ത്രണ രേഖയിൽ വീണ്ടും വെടിവെപ്പുണ്ടായി. പാക് പ്രകോപനത്തിന് ശക്തമായി തന്നെ ഇന്ത്യ മറുപടി നൽകി. അതേസമയം സിപ്ലൈനിൽ യാത്ര ചെയ്ത വിനോദസഞ്ചാരി ഋഷി ഭട്ട് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിപ്ലൈൻ ഓപ്പറേറ്ററെ NIA വീണ്ടും ചോദ്യം ചെയ്യും. വെടിയൊച്ച കേട്ടയുടനെ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതായും തുടർന്ന് സിപ്ലൈനിൽ തന്നെ മുന്നോട്ട് പറഞ്ഞയച്ചതായും ഋഷി അവകാശപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് NIAയുടെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും നടപടി. അതോടൊപ്പം അടുത്ത ഘട്ടമെന്ന നിലയിൽ പാക് വിമാനങ്ങൾക്ക് വ്യോമമേഖലയിൽ ഇന്ത്യ അനുമതി നിഷേധിക്കും. പാകിസ്ഥാൻ കപ്പലുകൾക്കെതിരെയും നടപടിയുണ്ടാകും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.